നിന്റെ മോന്ത പോലെ ലോറി കയറി ഇറങ്ങി മോൻ എന്താണ് എന്റെ? നിനക്ക് ബിഗ് ബോസിലൊക്കെ കിട്ടിയത് നിന്റെ സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ല കേട്ടാ. ബിഗ് ബോസിൽ സൗന്ദര്യമുള്ളവർ ആരുണ്ട്? നിനക്കും ഞാൻ സുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. സൗന്ദര്യമൊന്നും വേണ്ട. അതിനകത്ത് ചെല്ലുന്ന ഏത് പാർട്ടികളാണ്, ഏത് ലെവലിലുള്ള ആൾക്കാരാന്നൊക്കെ എനിക്കറിയാം കേട്ടാ. നീ പോയതുപോലെ എനിക്ക് പോന്നല്ല ബിഗ് ബോസിൽ നിന്ന്. നീയാണ് വലിയ സുന്ദരി. എന്റെ മോന് 44 വയസ്സുണ്ട്. നിനക്ക് എത്ര വയസ്സായി? നിന്റെ പ്രായത്തിനൊത്ത് നീ കളിക്കും. പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? നിനക്ക് എത്ര സമയം സംസാരിക്കണം ഞാൻ നിന്നെ കുറിച്ചല്ല ഏത് സബ്ജക്റ്റും സത്യഭാമ അസലായിട്ട് സംസാരിക്കും. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നേ പറയൂ. സ്റ്റേജിൽ കയറി നിന്നിട്ട് എന്താണ് സബ്ജക്റ്റ് എന്ന് എനിക്ക് അറിഞ്ഞാൽ മതി. ഞാൻ വെച്ചനത്തി വിടുന്ന ആളാ. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായി കേട്ടാ. അതിന് പ്രത്യേകം കോച്ചിങ് ഒന്നും വേണ്ട, സാമാന്യം ബോധം മതി. അത് നീ ആദ്യം പോയി പഠിക്കും. കേരളക്കാരെ മൊത്തം എന്റെ കൂടെയാ. എല്ലാ കേരളക്കാരെയും എന്റെ കൂടെയുണ്ട്. കേരളക്കാരെ അംഗീകരിക്കണമെങ്കിൽ അംഗീകരിച്ചാൽ മതി. എനിക്ക് ഇഷ്ടം പോലെ സപ്പോർട്ടുണ്ട്. നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. നീ മുടിയുള്ളത് സമ്മതിച്ചിട്ടുണ്ട്, പക്ഷെ നീ സമ്മതിച്ചില്ലെങ്കിൽ എനിക്ക് ഇവിടെ എന്താടി? നീ നിന്റെ കാര്യങ്ങളൊക്കെ പോയി ജീവിക്കട്ടാ. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശം അഭിപ്രായമാണ്. അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. പക്ഷേ ഇനിയെങ്കിലും എല്ലാരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.